പട്ടികയിൽ സ്ത്രീകളെ അവഗണിച്ച് മുന്നണികൾ 33% വനിതാ സംവരണത്തിനായി വാദിക്കുന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി പരിഗണനാ പട്ടികയിലുള്ളത് 2-3 സ്ത്രീകൾ മാത്രമാണ്. സ്ത്രീ ശാക്തീകരണത്തിനായി വനിതാ മതിൽ തീർത്ത ഇടതുമുന്നണിയും 2 സീറ്റിൽ മാത്രമാണ് സ്ത്രീകളെ പരിഗണിക്കുന്നത്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏറെക്കുറെ പൂർത്തിയായി. 20 സ്ഥാനാർത്ഥികളിൽ സ്ത്രീകൾ 2 പേർ മാത്രം. പ്രാതിനിധ്യം 10%. CPIയുടെ 4 സ്ഥാനാർത്ഥികളിൽ പേരിന് പോലും ഒരു സ്ത്രീയില്ല. ശബരിമല സ്ത്രീ പ്രവേശന വിവാദത്തിൽ വനിതാ മതിൽ പടുത്തുയർത്തുകയും സ്ത്രീ ശാക്തീകരണവും നവോത്ഥാനവും മുഖ്യ ചർച്ചയാക്കുകയും ചെയ്ത ഇടതുമുന്നണിയും കാര്യത്തോടടുത്തപ്പോൾ സ്ത്രീകളെ കൈവിട്ടു. ഇതുവരെയുള്ള സൂചന വെച്ച് UDFിലും അത്ഭുതമൊന്നും സംഭവിക്കാനില്ല. പരമാവധി 2 സീറ്റിലാകും സ്ത്രീ പങ്കാളിത്തം. മുന്നണിയിലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗ് സ്ത്രീകളെ മത്സരിപ്പിക്കുന്ന കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. BJPയിലെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമാകാൻ വഴിയില്ല. ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ തന്നെയും ഒരുപക്ഷെ ഇത്രത്തോളം ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സ്ത്രീ ആശയങ്ങളെക്കുറിച്ചിട്ട് പരസ്യമായി പൊതുമണ്ഡലങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടും അവരുടെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ വെറും 2 സ്ത്രീകൾ മാത്രമായി ചുരുങ്ങിപ്പോകുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു? ഇതിനെയാണ് ആത്മവിമർശനത്തോടെ കാണേണ്ടത്. ഇതാണ് പരിശോധിക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രഖ്യാപിത നിലപാടുകളിലെ കാപട്യത്തിന്റെ തെളിവ് കൂടിയാണ് സ്ഥാനാർത്ഥി പട്ടിക. പേരിന് 1-2 പേർക്ക് അവസരം നൽകുന്നതിനപ്പുറം സ്ത്രീ പ്രാതിനിധ്യത്തിന് ഒരു പാർട്ടിയും തയ്യാറല്ല. പാർലമെന്റിലും നിയമസഭകളിലും 3-1 സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ബില്ലിനോട് യോജിക്കുന്ന നിലപാടാണ് ഇടത് വലത് മുന്നണികൾക്കും BJPക്കുമുള്ളത്. എല്ലാ പ്രധാന പാർട്ടികളും അനുകൂലിക്കുമ്പോഴും 15 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രാജ്യസഭ കടന്ന ബിൽ ലോക്സഭ കടക്കാതിരുന്നതിന്റെ കാരണവും ഇതേ കാപട്യമാണ്. വനിതാ സംവരണം നടപ്പായാൽ 3-1 സീറ്റിൽ സ്ത്രീകൾ വരും. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഓരോ പാർട്ടിയും 6-7 സ്ത്രീകൾക്ക് സീറ്റ് നൽകേണ്ടി വരും. സ്ത്രീ പ്രാതിനിധ്യത്തിൽ സ്വന്തം പാർട്ടിയുടെ ആത്മാർത്ഥത തെളിയിക്കാനായി ഉറക്കെ വാദിക്കുന്നവരാണ് കേരളത്തിലെ പ്രധാന പാർട്ടികളെല്ലാം. ഇതിൽ തരുമെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് സ്ത്രീകളെ ഇത്തരത്തിൽ ആട്ടിയകറ്റില്ലായിരുന്നു. R. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18.